ഇന്നത്തെ പരീക്ഷണം കുടംപുളി ഇട്ട നെയ്മീൻ കറി. ഒരു ചട്ടി എടുക്കുന്നു, കുറച്ച് എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, കുറച്ച് കറിവേപ്പില ഇടുന്നു, അതും പൊട്ടിത്തെറിക്കുന്നു. ഈ കളർ കണ്ട് പേടിക്കേണ്ട, ഒന്ന് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേറെ പണിക്ക് പോയതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇടുന്നു, അതും ഒന്ന് നോക്കുന്നു. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഒരു 2 ഉള്ളി ഇട്ടു. ചെറിയ ഉള്ളിയായിരുന്നു. 2 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ടിട്ട് അതിനെ വഴറ്റി അങ്ങ് ഇല്ലാണ്ടാക്കണം എന്നാണ് ഈ റെസിപ്പി പറഞ്ഞു തന്ന ആൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏകദേശം വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് ഒരു 2 ഇഞ്ച് ഇഞ്ചി കഷ്ണം ചതച്ചത് ഇവിടെ ചേർക്കുകയാണ്. വഴറ്റിയിട്ട് ഉള്ളിയൊന്നും ഇല്ലാണ്ടായില്ലെങ്കിലും അതിലോട്ട് ഇട്ടിരുന്ന കടുകും ഉലുവയെല്ലാം അങ്ങ് ഇല്ലാണ്ടായി കറുത്ത് കരിവാളിച്ച് പോയി. സോ ലേശം പച്ചപ്പിനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വീണ്ടും വഴറ്റുന്നു. അങ്ങനെ വഴണ്ട് ഉള്ളിയും ഇഞ്ചിയും ഒക്കെ അങ്ങ് ഇല്ലാണ്ടായി എന്നൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് 5-6 ടേബിൾ സ്പൂൺ കശ്മീരി പൊടിയും 5-6 ലിറ്റർ 4 ടേബിൾ സ്പൂൺ കശ്മീരി പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ നല്ല എരിയുള്ള മുളകും കൂടി ചേർത്ത് വീണ്ടും അങ്ങോട്ട് വഴറ്റുക. ഇത് പിന്നെ റെസിപ്പി ഇല്ലായിരുന്നായിരുന്നു. ഞാൻ എന്നാലൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടി അങ്ങ് വഴറ്റി. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്ത് നല്ല കുനുകുനാന്നരിഞ്ഞില്ല, നീളത്തിന് സ്ലൈസ് ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കുറച്ച് നേരം അങ്ങ് വഴറ്റിയെടുത്തു. കുടംപുളി കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിരാൻ വെച്ചിരുന്ന എന്നിട്ട് തന്നെ ഞവടി എടുത്ത വെള്ളമാണ്. ഒരു 4 കുടംപുളി ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് കുടംപുളിയായിരുന്നു, ഒരു 4 ഇട്ടു. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സാദാ പച്ചവെള്ളം, ഒരു 2 ഗ്ലാസ് പച്ചവെള്ളം ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുടംപുളി ഇട്ട വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് മീനിട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നെയ്മീനാണ്. അങ്ങനെ ഓരോ പീസസായിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ മീൻ കറി റെഡിയായി. ഉള്ളതുപോലെ പറയണമല്ലോ. ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ ചോറിനൂടെ കഴിച്ചപ്പോഴേക്കും അങ്ങനെ വലുതായിട്ട് കുറുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു റൗണ്ട് കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു ചാറ്. ടേസ്റ്റും നല്ലതായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല പോളിംഗ് ആയിരുന്നു. മീൻ കറി ഖത്തം. അങ്ങനെ റെസിപ്പി കർട്ടസി അങ്ങ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് അമ്മുകുട്ടി. താങ്ക് യു.